ഹലോ, പിന്നെ നമ്മൾ ഇഫ്താറിൻ്റെ സമയത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. മാവൊന്നും കുഴക്കാതെ പെട്ടെന്ന് തന്നെ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കൂടുതലും എല്ലില്ലാത്ത പീസുകളാണ് സൗകര്യം കേട്ടോ. അപ്പോൾ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂണ് മുളക് പൊടിയും 1/4 ടീസ്പൂണ് പെരിഞ്ജീരകത്തിൻ്റെ പൊടിയും പിന്നെ 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിൽ ഈ ഒരു ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു 15 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. കൂടുതൽ സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഒരു 15 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 15 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തു. ഓയിൽ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഇതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസുകളെല്ലാം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഈ ഒരു ടേബിൾ സ്പൂൺ ഓയിൽ മാത്രം മതി കേട്ടോ. ഈ ഒരു ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഷാലോ ഫ്രൈ ആണ് ചെയ്തെടുക്കുന്നത്. ചിക്കൻ പെട്ടെന്ന് കുക്കായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അടച്ചു വെക്കുന്ന സമയത്ത് ഇതിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഇറങ്ങി വരും. അപ്പോൾ ആ ഒരു വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് ഡ്രൈ ആക്കി എടുത്താൽ മതി. എന്നിട്ട് ഒരു സൈഡ് ഒന്ന് മൊരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും റെഡിയായി നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അതിലുള്ള വെള്ളമൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഞാൻ വറ്റിച്ചിട്ട് നല്ല ഡ്രൈ ആക്കി ആ ഒരു മസാലയ്ക്കൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇത്ര മതി കേട്ടോ. ഇനി നമുക്ക് ഇത് മാറ്റി വെക്കാം. ഈ ഒരു പാനിൽ തന്നെയാണ് കേട്ടോ ഇനി ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ചെയ്യുന്നത്. അപ്പോൾ പാന് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ചിക്കൻ മാറ്റിയിട്ട് പാനത വീണ്ടും അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. എന്നിട്ടിലേക്ക് 2 സവാള ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞതും പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാബേജ് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പില അരിഞ്ഞതും പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇത് ഒരുപാടൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ട് എല്ലാം ഒന്ന് കുക്കായിട്ട് വന്നാൽ മതി. ആ ഒരു സവാളയുടെ കടിയും അതുപോലെ ആ ക്യാരറ്റും ക്യാബേജും ഒക്കെ ഒന്ന് കുക്കായിട്ട് വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു ക്യാരറ്റിൻ്റെ കളറിന് ഈ ഒരു സവാളയിലൊക്കെ വന്നിട്ട് ചെറുതായിട്ടൊരു മഞ്ഞ കളർ ഒരു യെല്ലോ കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് ഇനി വേറെ മഞ്ഞൾപ്പൊടി ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാലയും 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി എരിവിന് ആവശ്യത്തിനുള്ളത് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ചിക്കനിൽ മുളക് പൊടിയും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ അത്യാവശ്യം എരിവുണ്ട്. അപ്പോൾ ഈ ഒരു മസാലയിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ പൊരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഒരു ചിക്കന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം ഒന്ന് മിക്സ് ആയി കിട്ടിയാൽ പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചു വയ്ക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 1 കപ്പ് മൈദയും പാകത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂണ് ഓയിലും സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. പിന്നെ 1 കപ്പ് വെള്ളവും ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. വെള്ളം ആദ്യം 1 കപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് മാവിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയിട്ട് ബാക്കി വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ചൊരു തിക്കായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാനൊരു 1/4 കപ്പ് വെള്ളം ഈ ഒരു മിക്സിയിൽ ഒഴിച്ചിട്ട് ഒന്നും കൂടെ അടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാവ് ഒരു കറക്റ്റ് ലൂസിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ കുറച്ച് ലൂസായിട്ടുള്ള ഒരു ബാറ്ററാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചൂടായി വന്നതിന് ശേഷം ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ചുറ്റിച്ചു കൊടുത്തിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാം. മുകൾ ഭാഗം പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് വരും കേട്ടോ. ആ ഒരു സമയത്ത് ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു ഭാഗം കൂടെ ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമുക്കിത് എടുത്തിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മുഴുവൻ ദോശയും ചുട്ടെടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ ദോശയും എടുത്തിട്ട് അതിൻ്റെ ഈ ഒരു സൈഡിലായിട്ട് നമുക്കിതുപോലെ ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ആദ്യം ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. ഇനി 2 സൈഡും ഈ ഒരു ഭാഗവും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കാം കേട്ടോ. റോൾ ചെയ്ത് കൊടുത്തിട്ട് അറ്റം നമുക്ക് മൈദയുടെ പശ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മൾ ദോശ ചുട്ടെടുത്ത് ആ ഒരു ചൂടോട് കൂടിയിട്ട് തന്നെ ഇതുപോലെ റോൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെ ഒട്ടി വരും കേട്ടോ. ഒട്ടിച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല. ഇതിപ്പോൾ ഞാൻ മുഴുവനും ദോശയും ചുട്ട് കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇതുപോലെ റോൾ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് എല്ലാ ദോശയിലും ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ മൈദയും വെള്ളവും കൂടെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതുപോലെ കുറച്ച് ലൂസ് ആയിട്ടുള്ള ഒരു ബാറ്ററാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ.
ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ റോളും ഈ ഒരു ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബ്രെഡ് ക്രംസ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മൈദയുടെ ബാറ്ററിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടയും യൂസ് ചെയ്യാം കേട്ടോ. പക്ഷെ മുട്ടേനേക്കാൾ നല്ലത് എപ്പോഴും ഇതാണ്. മുട്ടയാകുമ്പോൾ നന്നായിട്ടൊന്ന് പതഞ്ഞ് വരും എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് കേട്ടോ. എന്നിട്ട് നല്ല ചൂടായിട്ടുള്ള ഓയിലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കണം, എന്നാലുള്ള എല്ലാ ഭാഗവും ഒരുപോലെ ഒന്ന് കളറായിട്ട് കിട്ടുള്ളൂ. എന്നിട്ട് ഈ ഒരു കളറായിട്ട് വരുന്ന സമയത്ത് നമുക്ക് കോരിയെടുക്കാം. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ചിക്കനും വെജിറ്റബിളും എല്ലാം ചേർന്നിട്ടുള്ള ഒരു അടിപൊളി റോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ടൊമാറ്റോ കെച്ചപ്പിന്റെ കൂടെ സെർവ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്